ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, പത്രസമ്മേളനങ്ങൾ, പ്രസംഗങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നാളിതുവരെ വന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ പ്രകോപനപരമായ ചില പദങ്ങൾ അദ്ദേഹം പറയുമെങ്കിലും പിന്നീട് അത് ശരിയായ ഉചിതമായ ഒരു പ്രയോഗമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്നാൽ ഈ നായാട്ട് വേണം എന്നും അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയിരുന്ന ഒരു പ്രസ്താവന അങ്ങേയറ്റം ഖേദകരവും ഒരുപക്ഷെ ഒഴിവാക്കേണ്ടതുമായിരുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ COVID-19 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിത്യേനയുള്ള പത്രസമ്മേളനത്തിൽ മനുഷ്യർ മാത്രമല്ല, അലഞ്ഞു നടക്കുന്ന പട്ടികളും പൂച്ചകളും പറവകൾക്ക് പോലും ആഹാരം ഉറപ്പുവരുത്തണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, ഉപദേശത്തെ ഏറെ ആദരവോടും ഇന്നും വളരെ അഭിമാനത്തോടെയും ഓർക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ അധ്യാപകനും ആക്ടിവിസ്റ്റും എഴുത്തുകാരനൊക്കെ ആയ വിനിൽ പോളിൻ്റെ ഒരു പുസ്തകമുണ്ട്, മൃഗയ കേരളത്തിൻ്റെ നായാട്ടു ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ മൃഗങ്ങളെ വേട്ടയാടുന്നത് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒന്ന്, വിനോദത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു പതിവുണ്ട്. രണ്ടാമതായിട്ട് ജനസേവനം എന്ന പേരിൽ റെയിൽവേ ലൈനുകൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി നായാട്ടിനെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അധികാരം ദൃഢമാക്കാൻ സഹായിച്ച ഒരു പദ്ധതി എന്ന നിലയിലാണ് നായാട്ടിനെ ആ കാലഘട്ടത്തിൽ കണ്ടതായിട്ട് ഗവേഷകനും കൂടിയായ വിനിൽ പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ശ്രേഷ്ഠത സ്ഥിരീകരിക്കുന്നതിന് നായാട്ടിനെ ഉപയോഗിച്ചുവെന്നും അതിലൂടെ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ തങ്ങൾ സാഹസികത നിറഞ്ഞവരും സ്ഥിരോത്സാഹികളും ഭയമില്ലാത്തവരുമാണെന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരും തുടർന്ന് വന്ന കൊളോണിയൽ കാലഘട്ടത്തിലുള്ളവരും നായാട്ടിനെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ, ഇന്ന് നമ്മൾ നമ്മുടെ കോന്നി MLA ഭാഗത്തു നിന്നാണെങ്കിലും പത്തനംതിട്ട MP ഭാഗത്തു നിന്നുണ്ടായതാണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ അങ്ങേയറ്റം ഖേദകരമാണ്, വേദനിപ്പിക്കുന്ന പ്രസ്താവനകളാണ്. ഒരാൾ പറഞ്ഞിരിക്കുന്ന കാട് വനത്തിലെ വന്യമൃഗങ്ങളെ മുഴുവനും വേട്ടയാടി ഇല്ലാതാക്കണം, നായാട്ട് നടത്തണം എന്ന് പറയുന്ന പ്രസ്താവന ഒരു വിധത്തിലും യോജിക്കാനാവത്തില്ല. അത് ശാസ്ത്രീയമല്ല. ബഹുമാനപ്പെട്ട അലക്സ് കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ വിജയബ്രഹ്മ, അതാണ് ഞാൻ ചോദിച്ചത്. ഈ പുസ്തകത്തിലെയും അവനവന്റെ പുരയിടത്തിലെയും പ്രശ്നങ്ങൾ തമ്മിൽ വലിയ അന്തരമില്ലേ? നമുക്ക് ശരിയാണ്, കൊളോണിയൽ കാലത്തെ സാഹചര്യങ്ങളോ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളോ ഒക്കെ പറയാം. എന്നുവരെ നമ്മുടെ മുറ്റത്തേക്ക് ഒരു വന്യമൃഗം വരികയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെയും ജീവൻ അപഹരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വരെയുള്ള സാഹചര്യത്തിൽ ശരിയാണ്, നമുക്കതിൽ അഭിരമിക്കാം. മറ്റേ സാഹചര്യം കുറച്ചുകൂടി ഉൾക്കിടലമുണ്ടാക്കുന്നതാണ്. അത് ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ സമയത്ത് അതിനെ നിയമപരമായി ഇല്ലാതാക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു സാധ്യത ഉണ്ടാകുന്നത് നിരന്തരം ഈ ഭീഷണി നേരിടുന്ന മനുഷ്യർക്കൊരു വലിയ ആശ്വാസമായിരിക്കില്ലേ? അങ്ങ് പറഞ്ഞ ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഓരോ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട വൾണറബിലിറ്റീസ് ഉണ്ട്. ഇപ്പം കടലുമായി ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് കടൽക്ഷോഭം അവർ നിത്യേന അവരുടെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഇപ്പം മഴക്കാലം ആരംഭിച്ചു. ഇന്ന് തന്നെ നമ്മൾ കടലിലുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ അത് ഏത് വിധത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. അങ്ങ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ കടലേറ്റം ഉണ്ടാവുന്നു, ചില സമയത്ത് കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നു. ഞാൻ ഈ ആലപ്പുഴ ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്തൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉണ്ടായിരുന്നു, ആ തീരമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ജനങ്ങൾ അവിടെ വിട്ടു പോകാൻ തയ്യാറല്ല. കാരണം അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ട വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്കും അതിന്റെ ഏറെ നന്മകൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. നല്ല വെള്ളം, കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണ്, എക്കൽ അടങ്ങിയ ഭൂമി, അനുകൂലമായ കാലാവസ്ഥ, അവരുടെ ആയുർദൈർഘ്യത്തെ പോലും അത് ഗുണകരമായി സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല. ഏറ്റവും
വളരെ റീസെന്റ് ആയിട്ട് വരുന്ന പഠനങ്ങളിൽ ആയുർദൈർഘ്യത്തിൽ 2 വർഷം വരെ കുറയുന്നുണ്ട് നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ എന്ന് കാണുന്നത്. അത്രമാത്രം മലിനീകരണവും സമ്മർദ്ദവും ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്നത്. റോഡിൽ കൂടെ ഒരു ദിവസം കേരളത്തിലെ റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം എത്ര പേരാണ് മരണപ്പെടുന്നത്? 4000-ഓളം പേരാണ് കേരളത്തിലെ തെരുവുകളിൽ ഒരു വർഷം മരിക്കുന്നത്. 50,000-ഓളം പേരാണ് കേരളത്തിൽ അംഗഭംഗം വന്നുകൊണ്ട് നിത്യരോഗികളായിട്ട്, കിടപ്പ് രോഗികളായിട്ട് വീടുകളിൽ കിടക്കേണ്ടതായിട്ട് വരുന്നത്. കേരളത്തിലെ റോഡുകളിൽ വാഹനം ഓടണ്ട എന്നൊരു നിലപാട് നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുമോ? ഞാൻ പറഞ്ഞു വന്നത്, വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളുടെ കൃഷി നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാവുന്നതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ അത് നായാട്ട് നടത്തിയിട്ടല്ല, കള്ളിങ് നടത്തിയിട്ടല്ല, മറിച്ച് കേരളത്തിന്റെ വനം കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ല. കാരണം കേരളത്തിലെ മാത്രമല്ല, ഏതാണ്ട് താപ്തി നദിയുടെ തീരം മുതൽ ഗുജറാത്ത് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെ ഏതാണ്ട് 6 സംസ്ഥാനത്തിൽ 28 കോടി ജനങ്ങളുടെ എനിക്ക് നിർദ്ദേശം ഞാൻ പറയാം. 28 കോടി ജനങ്ങളുടെ ജീവനും കൃഷിയും എക്കലും അവരുടെ ജീവിത സന്ധാരണ മാർഗവുമാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. ആ മലനിരകൾ അപ്പാടെ നശിപ്പിക്കുക എന്നുള്ളതല്ല പരിഹാരം. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട അലക്സ് ഒഴികയിൽ പറഞ്ഞതുപോലെ കള്ളിങ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ പോലെ US പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരുപക്ഷെ ജനങ്ങൾ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുടന്ത് ബാധിച്ചതോ രോഗിയായതോ അല്ലെങ്കിൽ അത്തരം മൃഗങ്ങളെ സ്പോട്ട് ചെയ്ത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവയെ വെടിവെക്കുന്നത്. അല്ലാതെ വ്യാപകമായിട്ട് ആളുകളെല്ലാം തോക്കെടുത്തുകൊണ്ട് വെട്ടുകത്തി വാക്കത്തി നമ്മുടെ കേരളത്തിലെ കാട് പോലുള്ള ഒരു സ്ഥലമല്ല. ലക്ഷക്കണക്കിന് പറഞ്ഞ ഓസ്ട്രേലിയയിലെ കാട് എന്ന് പറയുന്നത് അതിന്റെ ഭൂപ്രകൃതി വ്യത്യസ്തമാണ്. അവിടുത്തെ കാടിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. നമ്മുടെ കാട്ടിൽ കള്ളിങ്ങും നായാട്ടും എന്ന് പറയുന്ന ഈ 2 വാക്കുകൾ തമ്മിലുള്ള തർക്കം കൊണ്ട് നമ്മൾ ഇല്ലാതാക്കാൻ പോകുന്നത് വളരെ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെയാണ്. അത് കാടിറങ്ങി വരുന്ന വന്യമൃഗവും അതിന്റെ ക്രൗര്യവും ജനങ്ങളുടെ നിസ്സഹായതയും അവരുടെ ജീവനും അടക്കമുള്ള കാര്യമാണ്. കള്ളിങ് നടപ്പിലാക്കുന്നത് അനിയന്ത്രിതമായി എണ്ണം വർദ്ധിക്കുമ്പോഴാണ്. നായാട്ട് നടപ്പാക്കുന്നത് നേരത്തെ ശ്രീ അലക്സ് ഒഴികയിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു വിനോദോപാധി എന്ന നിലയ്ക്കാണ്. പക്ഷേ ഇവിടുത്തെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് കാടിറങ്ങി വരുന്ന മൃഗം ജനത്തിന്റെ ജീവന് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക, അതിനെ വെടിവെച്ചോ അല്ലാതെയോ കൊലപ്പെടുത്തുക, അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ആനയോട് മുഷ്ടി യുദ്ധം ചെയ്തോ ദന്തയുദ്ധം ചെയ്തോ ജയിക്കാൻ കഴിയില്ല, അതിനെ കൊല്ലുക എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന്. അതിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ എങ്കിൽ അതിനോട് നമുക്ക് ശക്തി ഉപയോഗിച്ച് ജയിക്കാൻ കഴിയില്ല, മറ്റായുധം ഉപയോഗിച്ച് ജയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ആ നിലയ്ക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കേണ്ട ഒന്ന്. അവിടെ ഈ കള്ളിങ്ങും നായാട്ടും എന്ന് പറയുന്ന 2 പദപ്രയോഗങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉടക്കി നിന്നാൽ പരിഹാരം ഉണ്ടാകാതെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.